നമ്മുടെ അകത്ത് ദൈവം തന്നിരിക്കുന്ന ദൈവീക ശക്തിയും അഭിഷേകവും ഇല്ലേ, അതിനൊരു ഭയങ്കര വിലയുണ്ട്. ഹല്ലേലൂയ. നമ്മൾ ഇന്ന് അതേക്കുറിച്ചൊന്ന് ചിന്തിക്കണം. പലപ്പോഴും പലരും അതിനെ വിലയില്ലാതെ കളയുവാണ്. പലർക്കും അതേക്കുറിച്ച് വലിയ ധാരണയില്ല, വിലയില്ല. പക്ഷെ ഞാൻ പറയാം, ഇത് നമ്മൾ വിലയില്ലെന്ന് പറഞ്ഞാലും അന്യർക്കിത് വിലയുണ്ട്. ഹല്ലേലൂയ. അതാണ് ഞാൻ ഇതിനകത്തൊന്ന് പറയാൻ ആഗ്രഹിക്കുന്നത്. ആമേൻ. അപ്പോൾ ഈ ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ ന്യായാധിപന്മാരെയാണ് ഇതിനകത്ത് രേഖ. ഏകദേശം 20ഓളം വരുന്ന ന്യായാധിപന്മാർ ഇസ്രായേലിനെ ഭരിച്ചിട്ടുണ്ടെന്നാണ് ചരിത്രങ്ങൾ പഠിപ്പിക്കുന്നത്. ഒത്തിരി ന്യായാധിപന്മാരുടെ പേരുകൾ അതിനകത്തുണ്ട്. പുരുഷന്മാരും സ്ത്രീകളുമായി ന്യായാധിപതികളായി ഇസ്രായേലിനെ ഭരിച്ച ചരിത്രം ഈ പുസ്തകത്തിനകത്ത് കൊടുക്കുന്നുണ്ട്. അതിൽപ്പെട്ട ഒരു ന്യായാധിപൻ്റെ പേരാണ് ശിംശോൻ. ബാക്കിയുള്ളവർ ജനിച്ചു കഴിഞ്ഞിട്ട് ദൈവം ന്യായാധിപനാക്കി അവരെ വച്ചു എങ്കിൽ ശിംശോൻ്റെ ജനനം തന്നെ ന്യായാധിപനാകാൻ വേണ്ടി ദൈവം ജനിപ്പിച്ചതാണ്, അല്ലേ? ചിലരൊക്കെ ജനിച്ചു കഴിഞ്ഞിട്ട് ഇനി എന്നാ പരിപാടി അങ്ങനെ ഇരിക്കുമ്പോഴാണ് പാസ്റ്റർ പറയാം, ബാബുവോ പിന്നെ പാസ്റ്ററാവാ. പക്ഷെ ഈ ശിംശോൻ അങ്ങനല്ല. അവൻ്റെ അപ്പനോടും അമ്മയോടും ചെന്നിട്ട് പറഞ്ഞു, ഞാനൊരു തലമുറയെ തരാം, അവൻ ന്യായപാലനം ചെയ്യാൻ വേണ്ടി നിങ്ങൾ അവനെ വളർത്തണം. മനസ്സിലാവുന്നുണ്ടോ? ശിംശോൻ്റെ ജനനം തന്നെ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലല്ല. ദൈവം പ്ലാൻ ചെയ്തിട്ട് അപ്പനോടും അമ്മയോടും സംസാരിച്ചിട്ട് ദൈവം കൊടുക്കുകയാണ്. ആമേൻ. ഇനി ബാക്കി 19ഓളം വരുന്ന ന്യായാധിപന്മാർ ഇസ്രായേലിലുണ്ടായിരുന്നു. പക്ഷെ അവരാരും ശിംശോനോളം വരത്തില്ലായിരുന്നു. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? ആമേൻ. ഒരു പ്രത്യേക പദ്ധതിയും പ്ലാനും മനോഹയോടും ഭാര്യയോടും ദൈവം പറഞ്ഞിട്ട് അവരുടെ ഉദരത്തിൽ ഉരുവാക്കിയ ഒരു പൈതലിൻ്റെ പേരാണ് ശിംശോൻ. ബാക്കി 19 പേരും എന്തുകൊണ്ട് ശിംശോനോളം എത്തിയില്ല എന്ന് ചോദിച്ചാൽ മറുപടി ഒന്നേയുള്ളൂ. ഇവൻ ഉദരം മുതലേ അവൻ ദൈവത്തിന് വേണ്ടി വേർതിരിക്കപ്പെട്ട് നിൽക്കുന്നത് കൊണ്ട് മറ്റാർക്കും ലഭിക്കാത്ത ശക്തി ഈ ശിംശോന്റെ മേൽ ദൈവം പകർന്നു കൊടുക്കുക. ഇന്ന് പകലിൽ പരിശുദ്ധാത്മാവിൽ ഞാൻ നിങ്ങളോട് വിളിച്ചു പറയാം, വില കൊടുക്കുന്നവന് ദൈവം മറുപടി തരും. പരിശുദ്ധാത്മാവ് ആരുടെയൊക്കെ ഇതിനകത്ത് സംസാരിക്കുന്നു. വില കൊടുക്കുന്നവന് മറുപടി തരും. വില കൊടുക്കുന്നവന് വില കൊടുക്കുന്നവന് മറുപടി ഉണ്ട്. അല്ലേ? അപ്പോൾ ബാക്കിയുള്ളവർക്ക് ജനിച്ചതിന് ശേഷം വേറെ ജോലിയൊന്നുമില്ല, എന്നാൽ പിന്നെ എങ്ങനെ അങ്ങ് പോകാം, പ്രവാചകൻ്റെ കൂടെ അങ്ങ് പോകാം, ഇങ്ങനെയൊക്കെ പറഞ്ഞ് ന്യായാധിപൻ എന്ന ഒരു സ്ഥാനത്തിലേക്ക് കയറി വരികുമ്പോൾ ശിംശോൻ അങ്ങനെയല്ല. ജനിക്കുന്നതിന് മുൻപേ അപ്പനോട് ചോദിച്ചു, വേണോ നിനക്കൊരു തലമുറ? ഹല്ലേലൂയ. ജനിക്കുന്നതിന് മുൻപേ അമ്മയോട് ചോദിച്ചു, വേണോ നിനക്കൊരു തലമുറ? പക്ഷെ ഞാൻ തരാൻ റെഡിയാണ്. പക്ഷെ അവൻ വളരുന്നത് സ്പെഷ്യലായിരിക്കും. ഹല്ലേലൂയ. ചുമ്മാ ഒരുത്തൻ്റെ അകത്ത് ദൈവശക്തി കയറി പാർക്കത്തൊന്നുമില്ല. അവനെ അങ്ങനെ പ്രിപ്പയർ ചെയ്യാൻ തയ്യാറാണെങ്കിൽ നിന്റെ അകത്ത് വ്യാപരിക്കുന്ന ദൈവശക്തി ആർക്കും പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയാത്ത ഒരു ശക്തിയായിരിക്കും. ഓ യെസ് 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 യെസ്. ചില കണ്ടീഷനുകളുടെ ബലത്തിൽ കർത്താവ് നിന്റെ അകത്ത് തരുന്ന ശക്തിയുണ്ടല്ലോ, അതാർക്കും പിടിച്ചൊതുക്കാൻ കഴിയാത്ത ശക്തി. ഓ യെസ് യെസ് യെസ്. In mighty name of Jesus. Hallelujah. അല്ലേ? ഞാൻ ആ ഭാഗം ഇങ്ങനെ ചിന്തിക്കുക. ബാക്കി 19 പേരുടെ 19 ന്യായാധിപന്മാരുടെ അപ്പനോടോ അമ്മയോടൊന്നും ദൈവം ഇടപെട്ടെന്നൊന്നും ബൈബിളിൽ കൊടുത്തിട്ടില്ല. പക്ഷെ അവർ ജനിച്ചതിന് ശേഷം ഇടപെട്ടിട്ടുണ്ടായിരിക്കാം. എന്നാൽ ശിംശോന്റെ ജനനം സംബന്ധിച്ച് ബൈബിൾ പറയുന്നു, ജനിക്കുന്നതിന് മുൻപേ അവൻ്റെ അപ്പനെയും അമ്മയും വിളിച്ചിട്ട് കാര്യം പറയുക, എൻ്റെ ശക്തിയുടെ ഒരു വലിയ പാർട്ട എനിക്ക് ഒരുത്തൻ്റെ മേൽ ഇടണം. അതുകൊണ്ട് ഉദരം മുതലേ അവനെ ശുദ്ധീകരിക്കാൻ നിങ്ങൾ റെഡിയാണെങ്കിൽ ഇതുവരെ നിങ്ങൾ കാണാത്ത ഒരു മഹത്വം ശിംശോന്റെ മേൽ വെളിപ്പെടുന്നത് നിങ്ങൾ കാണാൻ പോവുക.
യേശുവിന്റെ നാമത്തിൽ ജയം. അപ്പോൾ അത് കർത്താവ് മനോഹയും കുടുംബത്തെയും വിളിച്ചു പറഞ്ഞാൽ രണ്ടുപേരും വിശുദ്ധരായിരിക്കണം, എങ്കിലും നിങ്ങളുടെ അകത്തുത്ഭവിക്കുന്നത് വിശുദ്ധമാകത്തുള്ളൂ. ശ്രദ്ധിക്കണേ, നമ്മൾ വഴിയെ പോകുന്ന സമയത്ത് ചുമ്മാ കയറുന്ന ചർച്ചയിൽ കയറിയിരിക്കുക, ഇച്ചിരി ശക്തി പ്രാപിച്ചിട്ട് പോകുക, അങ്ങനല്ല. അത് കിട്ടും, കിട്ടാതിരിക്കത്തില്ല. ആ ശക്തി കൊണ്ട് അത്രേ ഉപയോഗമുള്ളൂ. പക്ഷേ അതിനുവേണ്ടി ഒരുങ്ങിയിരുന്ന് പ്രാപിക്കുന്നവൻ പട്ടണങ്ങളെ കീഴ്മേൽ മറിക്കും. അതിനുവേണ്ടി കാത്തിരുന്ന് പ്രാപിക്കുന്നവൻ അവസ്ഥകളെ മാറ്റും. വിശ്വസിക്കുന്നവരോട് ഞാൻ പറയാം, അവനാ ചിലതിൻ്റെ ഗതിയെ തിരിക്കുന്നത്, അവനാ ചിലതിൻ്റെ അവസ്ഥകളെ തിരിക്കുന്നത്. വിശ്വസിക്കുന്നവരോട് ഈ പകൽ സ്വർഗം പറയുന്നു, ആ മഹത്വം നിങ്ങൾക്ക് വേണ്ടി സ്വർഗം റിലീസ് ചെയ്യാൻ. കൊച്ചല്ലേ ന്യായാധിപനായി ജീവിക്കേണ്ടത്. പക്ഷെ കൊച്ച് ന്യായാധിപനായി ജീവിക്കണമെങ്കിൽ ദൈവം കൊച്ചിൻ്റെ അപ്പനോടും അമ്മയോടും പറയുക, നിങ്ങൾ വീഞ്ഞു കുടിക്കല്ലേ, നിങ്ങൾ മദ്യം കഴിക്കരുത്. ഒരു ഹല്ലേലൂയ പറഞ്ഞ്. നമ്മളൊക്കെ നേരെ തിരിച്ച, ഞാൻ ഇച്ചിരി മോശപ്പെട്ടാലും കുഴപ്പമില്ല, എൻ്റെ പിള്ളേർ നന്നായിട്ട് ജീവിക്കണം അല്ലേ. ഒരുപാട് പിതാക്കന്മാർ എന്നോട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. ഞാൻ ഇങ്ങനെ ആയിപ്പോയി ഭാഷ എന്ന് പറഞ്ഞ് മാനസാന്തരപ്പെടാൻ എനിക്ക് മനസ്സില്ല. ഹല്ലേലൂയ. വല്ലപ്പോഴൊക്കെ ചിലപ്പോൾ വാട്ടീസ് അടിച്ചെന്നിരിക്കും, ചിലപ്പോൾ പുക വലിച്ചെന്നിരിക്കും, ചിലപ്പോൾ വേണ്ടാത്തത് പോയെന്നിരിക്കും, രണ്ട് വർത്താനം പറഞ്ഞെന്നിരിക്കും. പക്ഷെ എൻ്റെ പിള്ളേരങ്ങനെ അവരത് നന്നായിരിക്കണം. ഇതിവിടുത്തെ കണ്ടീഷനാണ്. ഒരു ഹല്ലേലൂയോടെ പറഞ്ഞില്ല നിങ്ങൾ. നോക്കണേ, ഒരു സ്പെഷ്യലായൊരു പൈതലിന് വേണ്ടി കർത്താവ് അപ്പനെ അമ്മയും വിളിച്ചു പറയുക, നിങ്ങൾ വീഞ്ഞു കുടിക്കരുത്, നിങ്ങൾ മദ്യം കുടിക്കരുത്. നിങ്ങളുടെ ശരീരം വിശുദ്ധമാണെങ്കിൽ നിങ്ങളുടെ അകത്തൊരു തലമുറ ഉത്ഭവിക്കാൻ പോവുക, അവൻ അതിനേക്കാൾ വിശുദ്ധമായിരിക്കും. ഇന്ന് പകലിൽ പരിശുദ്ധന്മാർ പറയുന്നു, എന്തോ വിശുദ്ധമായതിനെ സ്വീകരിപ്പാൻ നിന്റെ ജീവിതത്തെ വിശുദ്ധീകരിക്കുമെങ്കിൽ ഇന്ന് പകലിൽ സ്വർഗം പറയുന്നു, ആമേൻ, ഞാനത് തരും. ഓ സ്വർഗം പറയുക, നിങ്ങൾ റെഡിയാണെങ്കിൽ ഞാൻ തരും. ഹല്ലേലൂയ. അപ്പനമ്മയോടും പറഞ്ഞു, ശരി. അപ്പനും അമ്മയും ദൈവത്തോട് പറഞ്ഞു, എന്നാൽ പിന്നെ ഞങ്ങൾ ഇന്നു മുതൽ വീഞ്ഞും കുടിക്കില്ല, മദ്യം കുടിക്കില്ല, ഞങ്ങളെ തന്നെ ശുദ്ധരാക്കുക. കർത്താവ് പറഞ്ഞ കാലാവധി എത്തിയപ്പോൾ മനോഹയുടെ ഭാര്യ ഗർഭം ധരിച്ചു. ആ കുഞ്ഞിന് വേണ്ടി ദൈവം എന്നാ പറഞ്ഞെന്നറിയാമോ? നിങ്ങൾ കുടിക്കാത്തതുപോലെ കുഞ്ഞിനെയും കുടിപ്പിക്കരുത്. അടുത്തൊരു കാര്യം കൂടെ പറഞ്ഞു, അവൻ്റെ ജനനം മുതൽ അവൻ്റെ മുടി നിങ്ങൾ എന്ത് ചെയ്യരുത്? കത്രിക്കരുത്. അല്ലേ, നമ്മളൊക്കെ കുഞ്ഞിനൊരു വയസ്സൊക്കെ ആകുമ്പോൾ എന്ത് ചെയ്യും? തല മുട്ടയടിക്കും അല്ലേ? ഒരു രീതിയാണ്. മുട്ടയടിക്കുന്ന പുതിയ മുടി വരാൻ വേണ്ടി അല്ലേ, ഇങ്ങനെയൊക്കെ പറഞ്ഞ് കുഞ്ഞിന് മുട്ടയടിക്കും. പക്ഷേ ഈ അപ്പനോടും അമ്മയോടും അവൻ എത്ര മുടി വളർന്നാലും അവൻ്റെ തലയിൽ എന്ത് ചെയ്യരുത്? ക്ഷൗരക്കത്തി തൊടുവിക്കരുത്. കരങ്ങളെ ഉയർത്തി ഒരു ഹല്ലേലൂയ. അവനിനി 60, 80, 100 വയസ്സ് വരെ ജീവിച്ചാൽ അവൻ്റെ തലയിൽ കത്തി തൊടണ്ട. ഇതാരാ പറഞ്ഞ്? ഇത് ദൈവം. ആരോട് പറഞ്ഞു? അവനോടല്ല, അവൻ്റെ അപ്പനോടും അമ്മയോടും. ഞാനിങ്ങനെ ചിന്തിക്കുന്നു, അവൻ മുടി മുറിക്കാതെ വളർന്നു എങ്കിൽ അവൻ്റെ അപ്പനും അമ്മയും അവനെ നല്ല ശിക്ഷണത്തിൽ വളർത്തുകയാണ്. പിടികിട്ടുന്നുണ്ടോ നിങ്ങൾക്ക്? ആമേൻ. നല്ല പ്രായമായപ്പോൾ നല്ല പുതിയ സ്റ്റൈലിലൊക്കെ മുടി വെട്ടണമെന്ന് പുള്ളിക്ക് തോന്നിയത്. പക്ഷേ അപ്പൻ പറഞ്ഞു തൊടരുത്, അമ്മ പറഞ്ഞു തൊടരുത്. കാരണം നിന്നെ ഞങ്ങൾ വിശുദ്ധീകരിച്ച് വളർത്തുകയാണ്. നിന്നെ ഞങ്ങൾക്ക് വേണ്ടിയല്ല വളർത്തുന്നത്, ദൈവത്തിന് വേണ്ടിയാണ് വളർത്തുന്നത്. അങ്ങനെ നിൽക്കാൻ റെഡിയാണെങ്കിൽ ഞങ്ങൾക്ക് തരാൻ കഴിയാത്ത ഒന്ന് ദൈവം നിനക്ക് വേണ്ടി കൈമാറാൻ പോവുകയാണ്. അപ്പോ
എന്താണ് ദൈവശക്തി പ്രാപിക്കാൻ ഈ മനുഷ്യൻ കൊടുത്ത വില എന്ന് ചോദിച്ചാൽ ഞാൻ പറയും, ഇദ്ദേഹം മാത്രമല്ല വില കൊടുത്തത്, ഇതിന് അപ്പനും അമ്മയും കൂടെ വില കൊടുത്തിട്ടുണ്ട്. അല്ലേ? നിങ്ങൾ നന്നാവാൻ നിങ്ങളുടെ അപ്പനും അമ്മയൊക്കെ വില കൊടുത്തിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ നല്ലത്, ആമേൻ. ഇല്ലെങ്കിൽ അത് നിങ്ങൾ തന്നെ അനുഭവിച്ചു, വേറെ പ്രശ്നമൊന്നുമില്ല. നമുക്ക് വേണ്ടി എന്ന് പറഞ്ഞാൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടണം, അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനൊരു തലത്തിലേക്ക് വരണമെന്ന് പറഞ്ഞ നിങ്ങളുടെ അപ്പനോ അമ്മയോ വില കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ തലമുറ വ്യത്യസ്തമായിരിക്കും. കാരണം 2 ദിവസത്തെ പ്രാർത്ഥനയല്ല, നീ ജനിക്കുന്നതിന് മുമ്പേ ഉള്ള പ്രാർത്ഥനയാണത്. അതുകൊണ്ട് ഞാൻ പറയാം, ദൈവം അത് വ്യത്യസ്തമാക്കി തന്നെ പുറത്തു കൊണ്ടുവരും. അതിന് സംശയമില്ല, അതിന് സംശയമില്ല. അങ്ങനെ പ്രാർത്ഥിക്കുന്നവരോട് ഞാൻ പറയാം, അടുത്ത് വരുന്ന ജനറേഷൻ ആമീൻ വ്യത്യസ്തമായ ജനറേഷൻ ആയിരിക്കും. ഹല്ലേലൂയ. അപ്പൊ അപ്പനമ്മയും വില കൊടുത്തു. എന്നിട്ട് ഇനി ഇവനെന്നാ പറഞ്ഞേ, ഇവന് ഇഷ്ടമുള്ളതൊക്കെ തിന്നായിരുന്നു, പക്ഷെ ഇവന് ഇഷ്ടമുള്ളതെല്ലാം തിന്നില്ല. അവൻ്റെ അപ്പം പറഞ്ഞു, മക്കളെ കഴിക്കരുത്, അത് കുടിക്കരുത്. ഹല്ലേലൂയ. വീഞ്ഞും മദ്യവും എന്ത് ചെയ്യരുത്, നീ ഉപയോഗിക്കരുത്. ഇതൊക്കെ പറയുമ്പോൾ യൗവനത്തിൽ നിൽക്കുന്ന ഈ ശിംഷോനോട് ചോദിച്ചു നോക്കുക, കഴിക്കാൻ ആഗ്രഹമില്ലേ? പുള്ളി പറയും, എൻ്റെ ആഗ്രഹങ്ങളെല്ലാം ഞാൻ ദൈവത്തിന് വേണ്ടി അങ്ങ് ഉപേക്ഷിച്ചിരിക്കുക. വെറുതെ ദൈവശക്തി കിട്ടുകയില്ല. പരിശുദ്ധാത്മാവ് ഞാൻ നിങ്ങളോട് പറയാം, ചിലതൊക്കെ ലഭിക്കുന്നത് ലോകത്തിൻ്റെ ചില ആഗ്രഹങ്ങൾ നമ്മൾ വിട്ടുകളയുമ്പോഴാ. പരിശുദ്ധാത്മാവിൽ ഞാൻ നിങ്ങളോട് പറയാം, അങ്ങനെ വിട്ടുകളഞ്ഞ ആരെങ്കിലും ഈ ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ, ഇതിനേക്കാൾ വിലപിടിപ്പുള്ള ചിലത് നിന്റെ മേൽ സ്വർഗം നിക്ഷേപിക്കാൻ പോവുക. ഈ വെള്ളിയാഴ്ചയിൽ ദൈവം നിക്ഷേപിക്കാൻ പോവുക. യെസ്, റൈറ്റ് നൗ. എന്ന് പകലിലെ മഹത്വം ഇതിനകത്ത് ചലിക്കട്ടെ. ജുഡവല ഹദല ജലഘടക ലഗധുരമനഘടക ശാന്തൽ പ്രൗഢിബിരിഘടക ആക്ഷസ് കബരഘടക രഗധുരമനഘടക ശാന്തൽ കമനഘടക രഗധുരമനമാശേഖേ. ഇന്ന് പകലിൽ വിശേഷപ്പെട്ടത് നിന്റെ അകത്തും നിക്ഷേപിക്കാം. ഗ്ലോറി, ഹല്ലേലൂയ. ഇദ്ദേഹം കൊടുത്ത വില എന്നതാ. ഞാൻ പറഞ്ഞല്ലോ, നല്ല കാലത്ത് നല്ല ഭക്ഷണം ഉണ്ടായിരുന്നു, പക്ഷേ അദ്ദേഹം പറഞ്ഞു, എനിക്കതൊന്നും വേണ്ട. പിന്നെ എൻ്റെ അപ്പനും അമ്മ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ദൈവശക്തി അനുഭവിക്കണമെങ്കിൽ ഇതൊക്കെ മാറ്റി വയ്ക്കണമെന്ന്. ഞാൻ നിങ്ങളോട് വേറൊരു കാര്യം കൂടെ ചോദിക്കട്ടെ. അപ്പനോടും അമ്മയോടുമാണ് ദൈവം പറഞ്ഞത്, ശിംഷോനോട് ദൈവം ഒന്നും പറഞ്ഞില്ല. പറഞ്ഞു? നമ്മളോട് ദൈവം നേരിട്ട് പറഞ്ഞിട്ട് പോലും നമ്മൾ തിരിഞ്ഞു നടക്കുക. ആമേൻ. അപ്പനോടും അമ്മയോടുമാണ് ദൈവം എന്ത് ചെയ്തേ? സംസാരിച്ചത്. അപ്പനും അമ്മയും പറയുന്നതാണ് ആരും മനസ്സിലാക്കിയേ? ശിംഷോൻ മനസ്സിലാക്കിയേ. എന്നിട്ട് പോലും അവൻ ദൈവസന്നിധിയിൽ ഉറച്ചു നിൽക്കാൻ അവൻ ഇത്രയും ഒരു നിശ്ചയം കാണിച്ചെങ്കിൽ ഞാൻ പറയാം, അപ്പൻ പറഞ്ഞ വാക്ക് വൃഥാവല്ലെന്നവൻ അറിയാം, അമ്മ പറഞ്ഞ വാക്ക് വൃഥാവല്ലെന്നവൻ അറിയാം. ദൈവം ഇടപെട്ടിട്ട് പറഞ്ഞതാണെന്നവന് ബോധ്യമുള്ളത് കൊണ്ട് അതിനവൻ വില കൊടുക്കുകയാണ്. ഇന്ന് പകലിൽ നിന്റെ യൗവനത്തിൽ അവൻ നീ ദൈവത്തിൻ്റെ സന്നിധിയിൽ ദൈവശബ്ദത്തിന് വില കൊടുത്ത് നിൽക്കാൻ തയ്യാറാണെങ്കിൽ, നിന്റെ ആഗ്രഹങ്ങൾ ചിലപ്പോൾ നീ ഉപേക്ഷിക്കേണ്ടി വരും. നിൽക്കാൻ തയ്യാറാണെങ്കിൽ സ്വർഗം പറയുന്നു, 19 ന്യായാധിപന്മാർക്കും ലഭിക്കാത്ത ഒന്ന് ശിംഷോനെ നിന്റെ മേൽ ഞാൻ കൈമാറാൻ പോവുകയാ. കർത്താവ് എന്നോട് ഇങ്ങനൊരു ചിന്ത പറയുകയാണ്. 19 ന്യായാധിപന്മാർ വേറെ ഉണ്ട്. ഞാൻ പറഞ്ഞില്ല, 20ഓളം ന്യായാധിപന്മാരുണ്ട്. അതിൽ സ്ത്രീകളടക്കമുള്ള ന്യായാധിപതികളുണ്ട്. ദബേര എന്ന് പറയപ്പെടുന്നൊരു സ്ത്രീയെക്കുറിച്ച് ബൈബിൾ പഠിപ്പിക്കുന്നുണ്ട്. ഓക്കെ, അതൊക്കെ ന്യായാധിപന്മാരുടെ ലിസ്റ്റിൽപ്പെട്ടവരാ. 5 കൊല്ലം 10 കൊല്ലം ഇങ്ങനെയൊക്കെ ഭരണം പോലെ അവർ ഇസ്രായേലിനെ ന്യായപാലനം ചെയ്തു. അപ്പോൾ എൻ്റെ അകത്ത് പെട്ടെന്ന് ദൈവം തന്നൊരു ചിന്ത, അവരെ പോലെ ഒരാളെ പോലെ ദൈവം ശിംഷോൻ അങ്ങ് നിർത്തിയ പോരെ? ബാക്കി 19 പേരെ ദൈവം തിരഞ്ഞെടുത്തില്ലേ? നിർത്തിയില്ലേ? തമ്പുരാൻ പറയും നിർത്തി. പക്ഷെ കർത്താവിനൊരാഗ്രഹം, ഈ 19 കഴിഞ്ഞ് അടുത്തൊരുത്തൻ വരുന്നത് സ്പെഷ്യലായിരിക്കണം. ഇന്ന് ഇതിനകത്തിരിക്കുന്നവരിൽ കർത്താവ് ആഗ്രഹിക്കുന്ന ആ ഒരു ശബ്ദമാണ്,
20 പേരുടെ ലിസ്റ്റ് എടുത്താൽ ബാക്കി 19 പേരെ പോലെ ആയിരിക്കാനല്ല നിന്നെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത്. 20 പേരുടെ ലിസ്റ്റിൽ നീ ഒരു സ്പെഷ്യൽ ആയിരിക്കാം. ഇന്ന് പകലിലെ മഹത്വം ഇതിനകത്തും നിറയും. പരിശുദ്ധാത്മാവ് ഇതിനകത്തെ ചലിക്കും. ചില ലിസ്റ്റുകൾ എടുത്താൽ യു ആർ എ സ്പെഷ്യൽ എന്ന് അണ്ടർലൈൻ ചെയ്ത് പറയുമാർ ചില വ്യത്യസ്തമായ സാന്നിധ്യത്തെ, വ്യത്യസ്തമായ ദൈവശക്തിയെ ഇന്ന് പകലിൽ സ്വീകരിപ്പാൻ ദൈവം ഇന്ന് പകൽ നിന്നെ തൊടുകയാ. ഓ yes 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 raba laba siyamthana riba shamana gadagase vaishas braudi biri gadagase atyuna regal kamana gadaga vaidam janadhara riba shamana gadagase andal braudi biri gadagase യേശുവേ നിന്റെ മഹത്വം ചലിക്കട്ടെ. വാവ്. ബാക്കി 19 പോലെ ഇരിക്കാനല്ല ശിംശോനെ നിന്നെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത്. നീ ദൈവശക്തി അനുഭവിക്കുന്നതിന് മുൻപേ ചില വചനങ്ങളൊക്കെ നിന്റെ കാതിൽ കേൾപ്പിച്ചത് 19 പേരെ പോലെ ഇരിക്കാനല്ല. ഇന്ന് പകൽ ഇതിനകത്ത് ആരുടെയൊക്കെ പറയുക, വലിയ ദൈവശക്തിക്ക് വേണ്ടി കൊതിക്കുന്ന ആരൊക്കെയോ ഇതിനകത്തുണ്ട്. നീ ഇന്നലെ പോയവരെ പോലെ പോകാനല്ല, കഴിഞ്ഞ വർഷം നിന്നവരെ പോലെ നിൽക്കാനല്ല. നീ ഒരു വ്യത്യസ്തനായി മാറാൻ പോവുക. നീ ഒരു വ്യത്യസ്തനായി ഇന്ന് പകലിൽ ആത്മാവ് ചിലതിനെ തൊടുക. ഇന്ന് പകൽ തൊടുക, തൊടുക. Receive the power. തൊടുക, തൊടുക, തൊടുക. ദൈവശക്തി ചില ശരീരങ്ങളിലേക്ക് ഇന്ന് പകൽക്കാല സ്വർഗം ഇട്ടു തരിക. അത് വിശ്വസിക്കാൻ കഴിയുന്നവർ ഇന്ന് പകൽ സ്വീകരിച്ചോ ഈ മഹത്വത്തിന്റെ ശക്തി. വാവ്. നീ ഒരു സ്പെഷ്യൽ ആകാൻ പോവുക. നീ അവിടെ പോലെയല്ല, നീ ഇവരെ പോലെയല്ല. വ്യത്യസ്തമായ ശക്തി ഇന്ന് പകല് ദൈവം നിന്റെ മേൽ പിടിക്കാൻ കഴിയുന്ന ദൈവജനം അതിനെ റിസീവ് ചെയ്തോ. തൊടുക, തൊടുക, തൊടുക. അഭിഷേകം ഒരു തീ പോലെ പിടിച്ചോടെ, പിടിച്ചോടെ, പിടിച്ചോടെ. തൊടുക. അഭിഷേകത്തിന്റെ അഗ്നി ഒരു അഗ്നി പോലെ ചില ശരീരങ്ങളുടെ മേൽ പവർ. ഓ, പിടിച്ചൊതുക്കാൻ കഴിയാത്ത മഹത്വം ഈ പകലിൽ നിന്റെ മേൽ വെളിപ്പെടുന്നു, വെളിപ്പെടുന്നു, വെളിപ്പെടുന്നു. Come on, receive it, receive it, receive it. Power. Oh, rakabasheke, ribana shekenia, riba shekeni, ribal proudi birigadagase. അഭിഷേകം ചലിക്കുക, അഭിഷേകം ചലിക്കുക. അഗരോന്റെ തലയിൽ നിന്ന് ആമേൻ വസ്ത്രത്തിന്റെ വിളുമ്പുകളോട് ചലിച്ചതുപോലെ ഒരു നിറവ് ചില ശരീരങ്ങളിൽ ഇപ്പോൾ പിടിച്ചോ, പിടിച്ചോ. Oh, rakabase, in mighty power, receive the fire of God. നിറയട്ടെ, നിറയട്ടെ, നിറയട്ടെ. ഈ അഭിഷേകത്തിന്റെ കരം നിങ്ങൾ തൊടുക, തൊടുക, തൊടുക. അസാധാരണമായ ദൈവ സാന്നിധ്യം ഇന്ന് പകലിൽ ചില ശരീരങ്ങൾ അനുഭവിക്കാൻ പോവുക. വില കൊടുക്കുന്നവരുടെ ദൈവം പറയുന്നു 19 പേരെ പോലെ അല്ല നീ. യു ആർ എ സ്പെഷ്യൽ. വില കൊടുത്തവരോട് ദൈവം പറയുക 19 പേരെ പോലെ അല്ല നീ. യു ആർ എ സ്പെഷ്യൽ. ഹല്ലേലൂയ. Raba lahasi yamthana riga kshamana gadaga shandal proudi biri gadaga regal khamana gadaga atyuna rochas proudi biri gadaga. Say hallelujah. Amen. നീ 19 പേരെ പോലെ അല്ല, നീ 19 പേരെ പോലെ അല്ല. അങ്ങനെ ഈ പ്രാരംഭ സമയത്ത് പറയാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് പറയുന്നു ഒരൊറ്റ മീറ്റിംഗ് ഉണ്ട്, നീ സ്പെഷ്യലാകാൻ പോവുക, നീ സ്പെഷ്യലാകാൻ പോവുക. ഇതെനിക്കുള്ള ദൂതാന്ന് പറയാൻ ഇതിനകത്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരൊറ്റ മീറ്റിംഗ് കൊണ്ട് പരിശുദ്ധാത്മാവ് പറയുന്നു ഒരു ഹെവി പവർ നിങ്ങളുടെ മേൽ വെളിപ്പെടും. ഹെവി പവർ, ഹെവി പവർ. പിടിച്ചു നിർത്താൻ ആർക്കും കഴിയാത്ത വിധം. ഓ യെസ്. ചില കെട്ടുകളെ പൊട്ടിച്ചുകൊണ്ട് തന്നെ ചിലതൊക്കെ പുറത്തു വരാൻ ഈ വെള്ളിയാഴ്ച തൊടുക, തൊടുക, തൊടുകയാണ്. എനിക്കറിയത്തില്ല, അസാധാരണമായ ദൈവശക്തി ശരീരങ്ങളുടെ മേൽ പതിക്കുക, പതിക്കുക. ചൂടല്ല പാസേ
നീ ആള് മാറുന്നു, നീ ആള് മാറുന്നു. 19 പേർക്കും നീ ഒരു അത്ഭുതമായി മാറാൻ പോവുക. ഇന്നലകളിൽ നിന്ന പല അഭിഷിക്തന്മാർക്കും അഭിഷിക്തകൾക്കും നീ ഒരു മിറക്കിളാകാൻ പോവുകയാ. നിന്റെ അകത്തുള്ളത് ഒരു സാധാരണ ശക്തിയല്ല. വീരകൊടുത്തവന്റെ മേൽ പകരുന്ന ദൈവശക്തി. Receive the power. Oh, Rakamashe, Riba Lahamasia, Riba Shamanagasi, in the name of Jesus. Wow. Judamana Gadaga, Laga Duramana Gadagam, Akshas Kamana Gadaga, Shandal Proudibiri Gadagam, Vaidam Janatara, Regal Kamanagadagasi, Hadu Devatma in the Pakaladi Shakama, Idabadikayana. Amen. Villa Godikandavaka Vende, Devam Vachitulada, Innalagali Ninnavarbola Nikanalla, Adinekal Metaramai, Devam Nindamel the Kaimar on the Pagal. Yes. Wow. Wow, Holy Spirit. Rapa Papa Sharata Rata Rakamana Ribala Bashiki Riamtana. റിബല ഹദന ജലകൾ നിങ്ങൾക്ക് എങ്ങനെ സ്വീകരിക്കാൻ മനസ്സുണ്ടോ നിങ്ങൾ അങ്ങനെ സ്വീകരിച്ചോ. ഓറിയംതന റച്ചസ് കബരിയംതന ഇന്ന് പകൽ നിനക്ക് ആരാധിക്കണം തോന്നിയ നീ ആരാധിച്ചോ. ഓറിയംതന റച്ചസ് കവനഗഡഗസേ നിനക്ക് ചാടണമെന്ന് തോന്നിയ നീ ചാടിക്കോ. നിനക്ക് ഇരിക്കണോ തോന്നിയ നീ ഇരുന്നോ. ഇന്ന് പകലിൽ സ്വീകരിക്കാൻ മനസ്സുള്ളതുപോലെ ഇന്ന് പകലിൽ സ്വീകരിച്ചോ. ആത്മസാന്നിധ്യത്തിന്റെ വലിയ അനുഭവങ്ങൾ സ്വർഗം ഇതിനകത്ത് പകരുക പകരുക പകരുക. Come on, receive the power. യേശുവേ മഗത 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 ആത്മാവതികളെ തൊടുന്നു. എനിക്കറിയാം ചിലതിൻ്റെ കാൽപാദങ്ങളിലൂടെ ദൈവശക്തി വെളിപ്പെടുക. ഇരിക്കുന്ന പ്ലാറ്റ്ഫോമിൽ മഹത്വം ചലിക്കുന്നു. എണ്ണി മാറ്റുന്നത് പോലെ ദൈവം ചിലതിനെ ഇന്ന് പകൽക്കാലം വ്യത്യസ്തരാക്കി എണ്ണി മാറ്റുക. എണ്ണി മാറ്റുക, എണ്ണി മാറ്റുക. ചില ദേശങ്ങൾക്ക് ന്യായപാലനം ചെയ്യുവാൻ ദൈവം തന്റെ അഭിഷേകത്തിന്റെ ശക്തിയെ നിന്റെ മേൽ സ്വർഗം പകരുന്നു. Power. Oh, തീ തൊടുന്നു. ചില ശരീരങ്ങൾ തീ തൊടുന്നു, തീ തൊടുന്നു, തീ തൊടുന്നു, തീ തൊടുന്നു. പിടിച്ചത് കഴിയരുത് തീ ഇപ്പോൾ. Receive the power. അഭിഷേകത്തിന്റെ അഗ്നി ഒരു തീ തൊടുന്ന പോലെ, തീ തൊടുന്ന പോലെ, തീ തൊടുന്ന പോലെ പിടിച്ചൊതുക്കാൻ കഴിയത്തില്ല. ഒരു ഹെവി പവർ, ഹെവി പവർ, ഹെവി പവർ. Ralma shada rakamanase ribala hadala jalagadaga waises katheribi yamthana ribal proudi bidigadagase വന്നതുപോലെ പോകത്തില്ലെന്ന് ഇന്ന് പകലിൽ ആത്മാവ് അതിശക്തമായി ഇടപെടുക. അസാധാരണമായ anointing പരിശുദ്ധാത്മാവ് നിന്റെ മേൽ കൈമാറുന്ന പകൽ, നിന്റെ മേൽ കൈമാറുന്ന പകൽ. ജൂഡമാന ഹന്തന റിഗൽക്കമാരി യാന്തന റിബന റിഗദന റിഗദന ജലഘടക ശൈല പ്രൗഢി വിരിഘടക രാക്ഷസ്കമനഘടകസേ യേശുവിന്റെ നാമത്താൽ ജയം, ജയം, ജയം. ഹല്ലേലൂയ. റീമാന ഹന്തന രാക്ഷസ്കമനഘടക ശാന്തൽകമനഘടകസേ വൈഡൽ പ്രൗഢി വിരിഘടക റഗൽകമനഘടക സാധൂനിയ. ഹോളി സ്പിരിറ്റ്, ഹോളി സ്പിരിറ്റ്, ഹോളി സ്പിരിറ്റ്. എനിക്കറിയാം ഇന്ന് പകലിൽ ചിലത് എണ്ണപ്പെട്ടവരുടെ ലിസ്റ്റിൽ നിന്ന് വ്യത്യസ്തരായി മാറാൻ പോവുക. 20 പേരുടെ പേര് പട്ടികയിട്ടാൽ ശിംഷോൻ വ്യത്യസ്തനാ. ഇന്ന് പകൽ ന്യായാധിപന്മാരുടെ ഗണം മൊത്തം നോക്കിയാലും ശിംഷോൻ വ്യത്യസ്തനാ. വില കൊടുക്കുന്നവൻ ഇന്ന് മാറും. വില കൊടുത്തവരുടെ അവസ്ഥയ്ക്കിന്ന് മാറ്റം വരും. വില കൊടുക്കുന്നവന്റെ ജീവിതത്തിന് ഇന്ന് മാറ്റം വരും. ദൈവത്തിന് വേണ്ടി എന്തെങ്കിലും ഉപേക്ഷിച്ചവൻ ഇന്ന് നിന്റെ ജീവിതം മാറും. Receive the power. ചുടകമനഘടകലക ദുരമനഘടക ശാന്തരാധിയാന
വൈഷസ് ബ്രൗഡി ബിരി കടക റഗൽ കമന കടക ശംദൽ കമന കടകസി യേശുവേ. ഓ ഷൽബ റത റകമന ശകേറിയം ധേനിയ. Glory, 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 glory. Hallelujah. Hallelujah. Holy Spirit. Holy Spirit. Sharadara dharaba rakamana rutiniyam thiniyam. Wow. മഹത്വം ചില ശരീരങ്ങളിൽ തൊടുന്നുണ്ട്. വ്യത്യസ്തമായ അനുഭവങ്ങളിൽ പരിശുദ്ധാത്മാവ് നിന്നെ കൊണ്ടുവരിക. യു ആർ നോട്ട് ആൻ ഓർഡിനറി മാൻ. നീ നിയോഗത്തിന് വേണ്ടി ദൈവം നിന്നെ കണ്ടിരിക്കുകയാ. നിയോഗത്തിന് വേണ്ടി ദൈവം നിന്നെ കണ്ടിരിക്കുകയാ. നിയോഗത്തിന് വേണ്ടി ദൈവം നിന്നെ കണ്ടിരിക്കുക. നീ കൊടുത്ത വിലയെല്ലാം ദൈവത്തിൻ്റെ പക്കലുണ്ട്. നിന്റെ അപ്പനമ്മമാർ കൊടുത്ത വില ദൈവത്തിൻ്റെ പക്കലുണ്ട്. നിനക്ക് വേണ്ടി ആരൊക്കെയോ വില കൊടുത്തതും ദൈവം അറിഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നീ പ്രാപിക്കാൻ പോകുന്ന ശക്തിയുടെ വലിപ്പമുണ്ടല്ലോ, നിന്റെ അപ്പൻ കാണാത്തതും അമ്മ കാണാത്തതും കൂടപ്പിറപ്പുകൾ കാണാത്തതുമായ ഒരു അസാധാരണമായ ഒരു മഹത്വത്തെ വില കൊടുത്തവന്റെ മേൽ നിക്ഷേപിക്കുക ദൈവം. വില കൊടുത്തവന്റെ മേൽ നിക്ഷേപിക്കുക ദൈവം. വില കൊടുത്തവന്റെ മേൽ നിക്ഷേപിക്കുക ദൈവം. നിന്ന കേട്ടിട്ടുണ്ടോ നീ? പരിഹാസം കേട്ടിട്ടുണ്ടോ നീ? ദൈവസന്നിധി പോയത് കൊണ്ട് കുറ്റപ്പെടുത്തലുകൾ വന്നിട്ടുണ്ടോ? നിന്റെ അകത്തൊരു നിക്ഷേപം വരിക. സകല ഫെലിസ്ത്യരെയും ഒരു നാൾ പരാജയപ്പെടുത്തുവാൻ തക്കവണ്ണം നിന്റെ മേൽ ദൈവത്തിന്റെ നിക്ഷേപം. ഓ യെസ് 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 യെസ്. ദൈവം തൊടുക. അസാധാരണമായ തീ 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 ഇന്ന് പകലിൽ ഒരു അഭിഷേകത്തിന്റെ തീ. തൊടുക തൊടുക തൊടുക. റൈബ ഷെക്കേനിയ റീബാന ഷെക്കേനി റീബ ശംതേനിയ റകബസെക്കേനിയ. പവർ തൊടുക തൊടുക. ഈ അഭിഷേകം തൊടുക. ഈ അഭിഷേകം തൊടുക. വന്നതുപോലെ നീ പോപത്തില്ല ബ്രദറെ, വന്നതുപോലെ പോപത്തില്ലെന്ന്. ഇതൊരു മഹാശക്തി നിന്റെ അകത്ത് സ്വർഗം നിറയ്ക്കുന്നു നിറയ്ക്കുന്നു നിറയ്ക്കുന്നു. Come on, നിറയ്ക്കുന്നു നിറയ്ക്കുന്നു. നിനക്ക് ഇരിക്കാൻ പറ്റത്തില്ല, നിനക്ക് നിൽക്കാൻ പറ്റത്തില്ല. നിന്റെ അകത്തൊരു ഭയങ്കര നിറവ് സംഭവിക്കുക. വിശ്വസിക്കുന്നവൻ ഈ പകലിൽ സ്വീകരിച്ചോ. Receive the power. Yes, 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 yes. Yes, the anointing of Jesus. Riba labashe rika bashekenia ribal kamanagadagashe vaishasiyamthana. തൊടുക. എനിക്കറിയാം ആമേൻ. കൊടിയ കാറ്റ് വീശുന്നത് പോലെ ആത്മാവിന്റെ കാറ്റ് ഇതിനകത്ത് ചില ശരീരങ്ങളിലേക്ക് വീശുക വീശുക വീശുക. യെസ്, റിസീവ് ദ ഹോളി പവർ. ഓ ഓ ഓ Oh, mighty name of Jesus. In the name of Jesus. Ralba shata rakamana. Riba shamanagase. നീ ഒരു ന്യായാധിപന്റെ റോളിലേക്ക് കയറി വരാ. നീ ഒരു ന്യായാധിപനെ പോലെ ദൈവം നിന്നെ ആമേൻ അഭിഷേകം ചെയ്യാൻ പോവുക. നിന്റെ ദേശത്ത് ഇനി ദേശാധിപതി അല്ല തീരുമാനിക്കുന്നത്. ഹേയ്, നിന്നെ ദൈവം അതിനകത്ത് ഈ അഭിഷേകത്തിൽ നിർത്താൻ സ്വർഗം ഇന്ന് പകൽ ഈ ശക്തിയെ നിന്റെ മേൽ നിറയട്ടെ നിറയട്ടെ നിറയട്ടെ. മഹത്വം നിറയട്ടെ മഹത്വം നിറയട്ടെ. ഈ അഭിഷേകത്തിന്റെ വലിയ പകർച്ചകൾ സംഭവിക്കുന്നു സംഭവിക്കുന്നു
ദേശാധിപതി അല്ലെന്ന് കണ്ട ആവിചാരങ്ങളല്ല നിന്റെ ദേശത്തിന്റെ മേൽ പ്രബലപ്പെടേണ്ടത് അഭിഷേകമുള്ള നീ. ഓ ഓ ഓ ഓ പിടിച്ചോ മഹത്വത്തിന്റെ ശക്തി. തൊടുക തൊടുക തൊടുക. അഭിഷേകം ഒരു അഗ്നി പോലെ. Receive the anointing, receive the power. നിറയുക നിറയുക നിറയുക. പ്രകല ഹതല ജലഘടക വൈശസ്യംധന റീഗക്ഷമന ഘടകസി അത്യുന രക്ഷസ്കവന ഘടകസി. Power of Holy Spirit in the name of Jesus. Holy Spirit, Holy Spirit, Holy Spirit, Holy Spirit, Holy Spirit, Holy Spirit. പരിശുദ്ധാത്മാവേ, ഇന്ന് പകലിലെ മഹത്വത്തിൻ്റെ ശക്തിയെ ആമേൻ ഇവരുടെ മേൽ ദൈവം പകരുമാറാകണം. വില കൊടുക്കുന്നവൻ്റെ മേൽ ദൈവം നിക്ഷേപിക്കാൻ പോകുന്നത് എന്നാന്ന് ഈ ജനറേഷൻ കാണണം. ദേശങ്ങളുടെ നടുവിൽ ശിംശോനെ പോലെ പുറത്തു വരണം. റീബ ലബസി അംധന രക്ഷസ്കമന ഘടക ഷൈഡ പ്രൗഢിബിരി ഘടക റഗൽക്കമന ഘടകസി. അത് പുറത്തു വരണം. Oh, Jesus name. Raba ba 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 shiandhani. Oh, Holy Spirit. Holy Spirit. Holy Spirit. Oh, പരിശുദ്ധയാത്മാവേ, മഹത്വമിറങ്ങണമേ. യേശുവേ, വലിയ ദൈവസാന്നിധ്യത്തെ വ്യാപരിച്ചുകൊണ്ടിരിക്കുക. അനുഭവിക്കുന്ന ഒരു ഗ്രൂപ്പിനെ ഞാൻ കാണുന്നുണ്ട്. ഇതിനകത്ത് ചിലരുടെ ശക്തിയിൽ വർധനവ് സംഭവിക്കുന്ന പകലായത്. കാല് കണ്ണോളം നിൽക്കുന്ന ചിലർ മുട്ടോളം കയറുന്നത് പോലെ, മുട്ടോളം നിൽക്കുന്ന ചിലർ അരയോളം കയറുന്നത് പോലെ, അരയോളം നിൽക്കുന്ന ചിലർ കഴുത്തോളം എത്തുന്നത് പോലെ, ആ ലെവലിൽ നിൽക്കുന്ന ചിലത് നീന്തിയിട്ടല്ലാതെ കടക്കാൻ കഴിയാത്ത ഒരു പ്രവാഹത്തിലേക്ക് ഭയങ്കര നിറവ് സംഭവിക്കുന്നു. പരിശുദ്ധാത്മാ
പരിശുദ്ധാത്മാവേ കൂടെ വേണം പരിശുദ്ധാത്മാവേ. ഒരിക്കൽ കൂടെ കൂട്ടായ്മ വേണം Come on. പരിശുദ്ധാത്മാവേ കാവൽ വേണം പരിശുദ്ധാത്മാവേ കൂടെ വേണം പരിശുദ്ധാത്മാവേ. ഹല്ലേലൂയ. ഒരു വലിയ മഹത്വം ഇന്ന് നമ്മുടെ നടുവിലുണ്ട്. സ്വർഗം തുറന്നത് ഇറങ്ങി നിൽക്കും അതിനകത്ത്. ചിലരൊക്കെ പ്രത്യേകിലാൽ ദൈവം മുന്നമേ കണ്ടിരുന്നത് പോലെ ദൈവം ഇതിനകത്ത് അത് നിക്ഷേപിച്ചുകൊണ്ടിരിക്കുക. ഇന്നലകളിൽ നിന്നവരെ പോലെ നിൽക്കാനല്ല, ഇന്നലകളിൽ വന്നു പോയവരെ പോലെ പോകാനല്ല. 19 പേരുടെ ലിസ്റ്റിൽ ശിംശോനെ നീ ആള് വ്യത്യസ്തനാ, നീ ആള് വ്യത്യസ്തനാ. ഇന്ന് പകൽ ഇതിനകത്തിരിക്കുന്ന അഭിഷിക്തന്മാരോടും അഭിഷിക്തകളോടും സ്വർഗം പറയുക, ഒരു ലിസ്റ്റ് എടുത്ത് നോക്കിയാൽ ജനം പറയണം, യു ആർ എ സ്പെഷ്യൽ, നീ വ്യത്യസ്ത. Praise God. Hallelujah. Amen. Hallelujah. Hallelujah. സന്തോഷമുണ്ടെങ്കിൽ എല്ലാവരും കരങ്ങളെ ഉയർത്തി ഒരു ഹല്ലേലൂയയോടെ പറ. പരിശുദ്ധാത്മാവ് അടുത്തൊരു തലത്തിലേക്ക് ശിംശോനെ നിറയ്ക്കുന്ന പോലെ ദൈവത്തിൽ നിറയ്ക്കുന്നുണ്ട്. ആമേൻ. അപ്പനും അമ്മയ്ക്കും മാത്രമേ അറിയാവൂ ദൈവം എന്നതാ പറഞ്ഞതെന്ന്. പക്ഷേ അപ്പനും അമ്മയും കേട്ടുള്ളൂ. അത് മോനോട് പറഞ്ഞു, മക്കളെ മുടി കത്തിരിക്കാൻ പാടില്ല, നീ എല്ലാവരും കുടിക്കുന്ന പോലെ വീഞ്ഞു കുടിക്കാൻ പാടില്ല, മദ്യം നീ കുടിക്കാൻ പാടില്ല. ഞാൻ നിങ്ങളോട് പറയാം, എല്ലാവരും കുടിക്കുമ്പോൾ അവന് കുടിക്കണമെന്നുണ്ടായിരുന്നു, പക്ഷെ പുള്ളി കുടിച്ചില്ല. എന്നാ കാര്യം? പുള്ളി അതിനേക്കാളും വില കൽപ്പിച്ചത് ദൈവശക്തിക്കാണ്. ഗ്ലോറി. ദൈവശക്തിക്ക് വില കൊടുക്കാൻ ഇതിനകത്ത് ആരെങ്കിലും ഉണ്ടോ? ഇന്ന് നീ കാണുന്ന ചിലതിനേക്കാൾ ദൈവശക്തിക്ക് വില കൊടുക്കാൻ നീ റെഡിയാണെങ്കിൽ അടുത്ത സീസണിൽ നിന്റെ പേരാവും ദേശങ്ങളിൽ വിളിച്ചു പറയേണ്ടത്. ഓ yes, 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 yes. Holy power. Jesus name. Chudala khadala howra proudi biri kataga rakshas kamana kataga shandara dhiya raval kamana kataga. Yeshua.
ലഭിക്കും ഇന്ന് പകലിൽ. വില കൊടുത്തവരൊക്കെ അത് മേടിക്കും, വില കൊടുക്കുന്നവരൊക്കെ അത് പ്രാപിക്കും. നീ വന്നതുപോലെ പോകത്തില്ലെന്ന ദൈവശക്തിക്ക് വേണ്ടി ലഹരിയെ വിട്ടുകളഞ്ഞവരുണ്ടെങ്കിൽ സ്വർഗം നിന്നെ മാനിക്കുന്ന ഒരു ദിവസമുണ്ട്. Come on. Yes. Yes, 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 yes. Rabha Sharadha Rakamana Shikuriam Tenia. Yes, Holy Spirit. ഒന്നവനോട് പറഞ്ഞത് മുടി കത്രിക്കരുത്. രണ്ടവനോട് പറഞ്ഞത് വീഞ്ഞ് കുടിക്കല്ല, മദ്യം കുടിക്കരുത്. വീഞ്ഞിന് ഒരു ലഹരിയുണ്ട്, മദ്യത്തിനും ഒരു ലഹരിയുണ്ട്. ഒരു ഹല്ലേലൂയ പറ. വീഞ്ഞിന് ഒരു ലഹരിയുണ്ട്, മദ്യത്തിന് ഒരു ലഹരിയുണ്ട്. ആമേൻ. ലഹരി ഉള്ളതുകൊണ്ടാ അത് ആൾക്കാർ പിന്നെയും പിന്നെയും കുടിക്കുന്നത്. ആമേൻ. ടെസ്റ്റ് ചെയ്ത് നോക്കണ്ട, ഈ അന്തരീക്ഷത്തിൽ തന്നെ ഇരുന്നാൽ മതി. വീഞ്ഞിനും മദ്യത്തിനും എന്തുണ്ട്? ലഹരി. ഒരിക്കൽ അഡിക്റ്റായി കഴിഞ്ഞാൽ പിന്നെയും ആ ലഹരിക്ക് അടിമപ്പെടും. അതുകൊണ്ടാണ് നന്നാകണം എന്ന് രാവിലെ പറയും, വൈകുന്നേരം ആകുമ്പോൾ നാലുകാലി വരുന്നത്. കാര്യം ഇത് അടിമപ്പെട്ടു പോവുക. ലഹരിക്ക് എന്ത് ചെയ്യുവാണ്? ദൈവശക്തി വേണ്ടത് നിങ്ങൾക്ക്. നിന്നെ അടിമപ്പെടുത്തുന്ന ലഹരി നീ വിടണം. അപ്പം ലഹരി സഹോദരിമാർ പറഞ്ഞു, ഞാൻ കള്ള് കുടിക്കുന്നില്ലല്ലോ. കള്ള് മാത്രമല്ല ലഹരി, മദ്യം മാത്രമല്ല ലഹരി, പല ലഹരികളുണ്ട്. ഓരോ ദിവസവും നന്നാവണം എന്ന് വിചാരിച്ചിട്ട് നടക്കാതെ പിന്നെയും അടിമപ്പെടുന്ന ചില ലഹരിയില്ലേ, ഇന്നു പകൽ ഉപേക്ഷിക്കാൻ തയ്യാറാണോ? ശക്തി വെളിപ്പെടാൻ പോവുക. അത് വെളിപ്പെടാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. ലഹരി അവനോട് പറഞ്ഞു, തുടരുത് മക്കളെ, ഇത് തൊടാതിരുന്നാൽ മേലേന്നൊരു ലഹരി വരും. അഭിഷേകം ഒരു ലഹരിയാ. ഹല്ലേലൂയ. ബൈബിളിൽ അങ്ങനെ പ്രത്യേകിച്ചൊന്നും കൊടുത്തിട്ടില്ല. മർക്കോസിൻ്റെ മാളികമുറി ചെന്നപ്പോൾ പറഞ്ഞു, ലഹരി പിടിച്ചവരെ പോലെ. സ്വഭാവം അതൊക്കെ തന്നെയാണ്, പക്ഷെ മാനുഷികമല്ല, ദൈവികമായെന്നുള്ളൂ. ഹല്ലേലൂയ. അല്ലേ? സ്വഭാവം അങ്ങനെ. ചിലർ ലഹരി പിടിച്ചു കഴിഞ്ഞാൽ രാവിലെ കുളിച്ചിറങ്ങിപ്പോയി നല്ല ഭക്ഷണം കഴിച്ചിട്ട് ഒരു 2 ദോശയെ കഴിച്ചിട്ട് പോകുന്നതിൽ ആരോടും ഒന്നും മിണ്ടത്തില്ല. വലിയ പാവമാണ്, ചോദിക്കുന്നതിന് മാത്രം മറുപടി. ഒരു പെഗ് അകത്തോട്ട് പെഗ് കഴിഞ്ഞാൽ പിന്നെ മിണ്ടാതിരിക്കാൻ പറഞ്ഞാലും പുള്ളി ഇരിക്കില്ല, നേരെ വെളുക്കുന്നവരെ ചലച്ചുകൊണ്ടിരിക്കും. എന്നാ കാര്യം? ലഹരി. ഇത് കയറി കഴിഞ്ഞാൽ പിന്നെ സംസാരിക്കണമെങ്കിൽ ചിലർക്ക് ഇത് വേണം. ഹല്ലേലൂയ. അഭിഷേകം ഒരു ലഹരിയാ, പരിശുദ്ധാത്മാവ് ഒരു ലഹരിയാ. ഇതകത്ത് കയറിയ പരിശുദ്ധാത്മാവിന്റെ ഭാഷ നിന്റെ നാവിൽ വന്നുകൊണ്ടിരിക്കും. ഇതകത്ത് കയറിയാൽ ആത്മാവിന്റെ ഭാഷ നിന്റെ നാവിൽ ചലിക്കും. യാസ്, ഇന്ന് പകലിൽ അത് സ്വീകരിക്കുക. ജീസസ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതൊരു ലഹരിയാ. ആമേൻ.
മർക്കോസിൻ്റെ മാളിക മുറിയിൽ കൂട്ട ശബ്ദം കേട്ടു. 120 ഒരുമിച്ച് കൈയടിച്ച്, ഒരുമിച്ച് അന്യഭാഷ പറഞ്ഞ്, ഒരുമിച്ച് ആരാധിച്ചപ്പോൾ കൂട്ട ശബ്ദമായി. ഇവിടെ ഇരിക്കുന്ന നിങ്ങളെക്കാളും ഉച്ചത്തിൽ എത്തിക്കാൻ തുടങ്ങി. പുതിയ പാട്ടുകൾ അവർ പാടി. ജനാലയൊക്കെ തല്ലിപ്പൊളിച്ചിട്ട് ആൾക്കാരിങ്ങനെ നോക്കുക. എന്നിട്ട് എന്നാ പറഞ്ഞ, ലഹരി പിടിച്ചിരിക്കുന്നവരെ പോലെ. ഉള്ളിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നീ ദൈവത്തോട് ഇടപെട്ട് തുടങ്ങിയാൽ കാണുന്നവർക്ക് ലഹരി പിടിച്ചവനെ പോലെ